ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനിക്ക് കരൾ കൊടുത്തത് നയനയാണെന്നുള്ള വിവരം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ദേവയാനി എന്നെ പോയി നന്ദാവനത്തിൽ നിന്ന് നയനയെ കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. പക്ഷേ ദേവയാനി ഈ വിവരം അറിഞ്ഞെന്നുള്ള കാര്യം അനന്തപുരിയിൽ ആരും തന്നെ അറിയുന്നില്ല. പക്ഷേ ദേവയാനിക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി അനാമികയൊക്കെ നയനിക്കിട്ട് പണി കൊടുക്കാനായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അതിനെയെല്ലാം പ്രതിരോധിക്കുന്നുണ്ട് ദേവയാനി. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയന വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ദേവയാനി പറയുന്നുണ്ട്, നയന മോള് ഇനി മുതൽ ഓഫീസിലേക്ക് പോയിക്കോ. കാരണം അവിടെ ഒരു ഡിസൈനറിൻ്റെ വേക്കൻസി ഉണ്ടല്ലോ. നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന നയന ഇവിടെ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് കഴിവുകളെല്ലാം ഇല്ലാതെ നശിപ്പിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശനും പറയാണ്, ശരിയാ ദേവയാനിക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നിയത് വളരെ നല്ല കാര്യമാണ്. ഇത് തന്നെയല്ലേ ഞങ്ങൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നയന മോൾക്ക് വളരെയധികം കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കും. അങ്ങനെയുള്ള നയന മോള് ഇവിടെ അടുക്കളയിൽ മാത്രം കിടന്ന് കഷ്ടപ്പെടുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനിയും പറയാണ്, അതാണ് എൻ്റെ തീരുമാനം. നാളെ മുതൽ നയന ആദർശിനൊപ്പം ഓഫീസിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അങ്ങനെ പോയാൽ ഇവിടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഏടത്തി പറയുന്നത്. അപ്പോൾ ദേവയാനി പറയാണ്, ഇവിടെ ബാക്കി ഇത്രയും പെണ്ണുങ്ങളില്ലേ, നമുക്കെല്ലാവർക്കും കൂടി ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ ഇവിടെ അടുക്കളയിലുള്ളൂ. നയനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ ജാനകി, നിൻ്റെ മരുമകള് അനാമികയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേ നീ പറയുന്നത്. അവൾക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. അപ്പോൾ അവൾ ചെയ്യട്ടെ, കൂടെ നിങ്ങളൊക്കെ കൂടി സഹായിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പം ജാനകിക്കും ജലജയ്ക്കും ഒന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ രേവതി ഉടനെ പറയാണ്, എൻ്റെ മോള് അനാമിക ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ വേണ്ടി വന്നതൊന്നുമല്ല. കാരണം ആ രീതിയിലല്ല ഞങ്ങൾ അവളെ വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പാൻ വേണ്ടിയിട്ടല്ല അനിയുടെ ഭാര്യയായിട്ട് അവൾ വന്നതെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് രേവതി, അവൾ അനിയുടെ ഭാര്യയായിട്ടല്ലേ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവളും കൂടി നോക്കണ്ടേ. നയന ആദർശിൻ്റെ ഭാര്യയായിട്ടാണ് വന്നത്. ഇത്രയും നാളും നയന തന്നെയല്ലേ ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പി തന്നുകൊണ്ടിരുന്നത്. ഇപ്പം നയന വെച്ച് വിളമ്പുന്നത് ആർക്കും ഇഷ്ടമില്ല. അവൾ ഭക്ഷണത്തിൽ വിഷം ചേർക്കുമെന്നല്ലേ എല്ലാവരും പറയുന്നത്. അപ്പോൾ പിന്നെ സ്വയം ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊന്നും അവർക്കാർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം നയന ഓഫീസിൽ പോവാണ്. ഓഫീസിൽ പോയി കഴിയുമ്പോഴേക്കും വൈകിട്ട് തിരിച്ചെത്തുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ അനാമികയും രേവതിയും കൂടി. നയനക്കിട്ട് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രേവതി പറയാണ്, അവളിപ്പം വരും, കെട്ടിലമ്മ ചമഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അവൾക്ക് അടുക്കളയിലെ പണിയെല്ലാം കൊടുക്കണം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരാനായിട്ട് നമുക്ക് പറയാം. കാരണം അങ്ങനെ പറഞ്ഞാൽ അവളത് ചെയ്തോളും. ചെയ്യട്ടെ, അങ്ങനെ വന്ന് ഇവിടെ സുഖിച്ചിരിക്കാമെന്ന് അവൾ ഓർക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുമ്പോഴേക്കും അനാമികയും പറയാണ്, അത് തന്നെയമ്മേ, എന്നും അവൾക്കിങ്ങനെ പണി കൊടുത്ത് അവൾ ഓഫീസിലും വീട്ടിലുമായിട്ട് പണിയൊക്കെ ചെയ്ത് മടുത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോണം, അതാണ് വേണ്ടത് എന്ന് പറയാണ്. ആ ദേവയാനി ഇപ്പം മരുമകൾക്ക് സപ്പോർട്ടാണ്. എന്താ ഇതിൻ്റെ പിന്നിലെന്നറിയില്ല. അന്ന് അവർ ആശുപത്രിയിൽ പോയി അവരുടെ കരളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പം അവരുടെ സ്വഭാവം തന്നെ അങ്ങ് മാറിപ്പോയല്ലോ. ഇങ്ങനെയും മനുഷ്യൻ മാറുമോ? ആശുപത്രിയിലേക്ക് പോയ സമയത്തും അതിനുശേഷം ഞങ്ങൾ കാണാൻ ചെന്നപ്പോഴൊക്കെ മരുമകളോട് എന്തുമാത്രം ദേഷ്യമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നയനാന്ന് പറയുമ്പം എന്തോരം സ്നേഹമാണ്. അവൾ എന്ത് കൈവശമാ കൊടുത്തത്. എന്തായാലും 41 ദിവസം വ്രതം എടുത്ത് ആദർശം മറ്റുള്ളവരും മലയ്ക്ക് പോയിട്ട് വന്നപ്പോഴേക്കും ദേവയാനി മാറി എന്ന് പറയുക. അപ്പം അനാമിക പറയാണ്, അത് നേരാ, പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും നയനെ ഇവിടുന്ന് ഓടിക്കുക തന്നെ ചെയ്യണം. അവളതേ മയക്കി എല്ലാവരെയും മയക്കി എടുത്തിരിക്കുക എന്ന് പറയണം. അപ്പോഴാണ് നയന വരുന്നത് കേട്ടോ. നയന ആകെപ്പാടെ ടയേർഡായിട്ടാണ് വരുന്നത്. ഓട്ടോയിൽ വന്നിറങ്ങി ക്ഷീണിച്ച് വന്ന് കയറുമ്പോഴേക്കും ഉടനെ തന്നെ അനാമിക എണീറ്റ് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, ഒന്ന് നിന്നേ. അപ്പം നയന അവിടെ നിൽക്കുക. അപ്പം എന്താ അനാമികേ എന്ന് ചോദിക്കുമ്പം പറയാണ്, അത് ഒരു കാര്യം പറയാനുണ്ട്. അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ട്, അതൊന്ന് ചെയ്യണം. അപ്പം നയന പറയാം, ഞാനിങ്ങ് വന്നതല്ലേ ഉള്ളൂ, ഞാൻ നല്ല ടയേർഡാണ്, ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ, അതിനുശേഷം അടുക്കളയിലേക്ക് വരാം എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക പറയാണ്, അങ്ങനെ ഫ്രഷ് ആകാനൊന്നും നേരെയില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് എന്ന് പറയുക. അപ്പോൾ ഉടനെ നയന പറയാണ്, എന്താ അത്യാവശ്യമുള്ള കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ അനാമിക നിനക്ക് ചെയ്യാൻ മേലായിരുന്നോ? എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, അത് അത്യാവശ്യമാണ് എന്ന് പറയാൻ. എന്താ അത്ര അത്യാവശ്യം എന്ന് നയന ചോദിക്കുക. അപ്പോഴേക്കും പറയാണ്, അത്
വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കണം, എനിക്കത് അറിയില്ല, ആ കാശ്മീരി പുലാവ് ഉണ്ടല്ലോ അത് തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ നയന പറയാണ്, അതിൻ്റെ റെസിപ്പിയൊന്നും അനാമികയ്ക്ക് അറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല, എനിക്കിന്ന് അത് തന്നെ വേണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. അപ്പം ഉടനെ നയന പറയാണ്, ഞാൻ ഉണ്ടാക്കാൻ വരാം, ഞാൻ കുറച്ച് റൂമിലൊന്ന് പോയി ഫ്രഷ് ആവട്ടെ, വല്ലാത്ത തലവേദന എന്ന് പറയും. അപ്പോൾ ഉടനെ രേവതി പറയും, ഓ കെട്ടിലമ്മയ്ക്കിപ്പം തലവേദനയായി, എൻ്റെ മോളൊരു കാര്യം പറഞ്ഞിട്ട് നിനക്ക് ചെയ്യാൻ മേലല്ലേ, ഇനി വന്നു ഓഫീസിൽ പോകാൻ തുടങ്ങിയല്ലോ, അതിൻ്റെ ഗമയായിരിക്കും, വന്ന് തലവേദനയായി, ഇനി ഫ്രഷ് ആവണം, അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം, എല്ലാം കൊണ്ടും ഇനി അടുക്കളയിലേക്ക് നിനക്ക് കയറണ്ടെന്നായിരിക്കും അല്ലേ എന്ന് പറയാണ്. ഇതൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ജാനകി അങ്ങോട്ട് വരികയാണ്. ജാനകി ചോദിക്കുക, എന്താ അനാമിക മോളെ? അത് അമ്മേ, ഞാനൊരു കാശ്മീരി പുലാവ് ഉണ്ടാക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ഇവരോട് ചോദിച്ചപ്പം പറ്റില്ല, ക്ഷീണമാണ്, ടയേർഡാണെന്നൊക്കെ പറഞ്ഞു. ഓഫീസിൽ പോകാൻ തുടങ്ങിയതിൻ്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഉടനെ ജാനകിയും പറയാണ്, നേരാ, അവൾ ഓഫീസിൽ പോകാൻ തുടങ്ങിയതിൻ്റെ അഹങ്കാരമായിരിക്കും കാണിക്കുന്നത്. നിനക്ക് അനാമിക മോള് പറഞ്ഞാൽ അതൊന്ന് ചെയ്തു കൊടുത്താൽ എന്താ? ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമായോ? ഏടത്തി നിന്നെ അടുത്ത് തലയെ വെച്ചപ്പോഴായിരിക്കും ഇത്രയും അഹങ്കാരമായത് അല്ലേ? അപ്പോൾ നയന പറയാൻ, അതൊന്നും അല്ല, എനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നു, ഞാൻ അടുക്കളയിലേക്ക് വരാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെയ്തു തരാം അനാമികയെ, ഞാൻ ചെയ്തു തരാതിരിക്കില്ല, എന്തായാലും ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുക കേട്ടോ. അപ്പോഴും ഇവർ ദേഷ്യപ്പെടുകയാണ്. ഉടനെ തന്നെ അങ്ങോട്ട് വരികയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. ഇത് കേട്ടുകൊണ്ട് ദേവയാനി ചോദിക്കുക, എന്താ ഇവിടെ പ്രശ്നം? അപ്പോഴേക്കും ജാനകി പറയാണ്, അതെ, ഇവളോട് അനാമിക മോള് ആ കാശ്മീരി പുലാവ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. കെട്ടിലമ്മ ഓഫീസിൽ പോയിട്ട് വന്നതല്ലേ, ക്ഷീണം. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അതിപ്പം എന്താ, അവൾക്ക് ക്ഷീണം കാണും, അവൾ രാവിലെ ഓഫീസിൽ പോയതല്ലേ, ജോലി ചെയ്തിട്ടല്ലേ തിരിച്ചു വരുന്നത്, അനാമിക ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ, അനാമികയ്ക്ക് കയറി ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്കത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ലേ ഞാൻ ഇവരോട് ചോദിച്ചത്, ഇല്ലെങ്കിൽ ചോദിക്കുകയോ, ഇവരല്ലേ സാധാരണ ഇതൊക്കെ ഉണ്ടാക്കാറ്. അപ്പോഴേക്കും ദേവയാനി പറയാം, നയന പോയി ഫ്രഷ് ആയിട്ട് വന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അതിനു മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കണ്ട് അനാമികയ്ക്ക് തന്നെ ഉണ്ടാക്കാൻ മേലേ എന്ന് ചോദിക്കുമ്പം പിന്നെ ആരും ഒന്നും മിണ്ടുന്നില്ല. നയന റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. നയന ഫ്രഷ് ആയിട്ട് പോയി അടുക്കളയിൽ പോയിട്ട് ഈ പുലാവൊക്കെ ഉണ്ടാക്കാണ്. അപ്പോൾ ദേവയാനി അവിടെ ചെന്ന് അവരെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പുലാവൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വിളമ്പുവാണ് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ദേവയാനിയും ജലജയും ജാനകിയും അനാമികയും രേവതിയും മുത്തശ്ശനും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നയന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കഴിക്കുന്നതിൻ്റെ ഇടയിൽ ദേവയാനി പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട് നയന മോളെ, നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. ആദർശും ഒക്കെ പറയുന്നുണ്ട് നന്നായെന്ന്. അതേസമയം രേവതിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പം തന്നെ രേവതി പ്ലേറ്റ് മാറ്റുമ്പോഴേക്ക് രേവതിയുടെ ദേഹത്തേക്ക് വീഴുകയാണ് കേട്ടോ. അപ്പോൾ രേവതി അങ്ങോട്ട് ബഹളം വയ്ക്കുകയാണ്, ഇവളെൻ്റെ ദേഹത്തിട്ടു, ഇവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അപ്പോൾ ഇവളോട് പുലാവ് ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ ദേഷ്യം തീർത്താണ് നീ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, അതല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തല്ല, അറിയാതെ കൈ തട്ടി വീണതാണെന്ന് പറയുകയാണ്. എന്നിട്ട് ഭക്ഷണം വിളമ്പി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി ആകപ്പാടെ എണീറ്റിട്ട് പറയാണ്, ഇതെന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇതാണോ കാശ്മീരി പുലാവ്? നയന നന്നായിട്ട് പാചകം ചെയ്യും എന്നാണല്ലോ എല്ലാവരും പറയുന്നത്, അനാമിക നീ ഇതാണോ ഇവരെ കൊണ്ട് ഉണ്ടാക്കിച്ചത്? ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാമായിരുന്നല്ലോ എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ്, ഈ ഭക്ഷണത്തിനൊരു കുഴപ്പമില്ലല്ലോ, എല്ലാവരും ഇതല്ലേ കഴിക്കുന്നത്, ആർക്കും ഒരു കുഴപ്പവും തോന്നിയില്ലല്ലോ. അപ്പോൾ രേവതി പറയാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, എനിക്കിത് കഴിക്കാൻ പറ്റിയില്ല, വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ ഇവളോട് പറയണം, കാരണം എന്താണെന്ന് വെച്ചാലേ ഇതിലെന്താ ഇവൾ ചേർത്തേക്കുന്നതെന്നും അറിയില്ല, എന്തോ ഒരു അരുചി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല, മിക്കവാറും ഇത് കഴിച്ചു കഴിയുമ്പം ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ആശുപത്രിയിലായിരിക്കും. അപ്പോൾ ദേവയാനി ചോദിക്കുക, അതെന്താ രേവതി അങ്ങനെ പറഞ്ഞത്, അനാമിക ഇതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ രേവതിക്ക് ദേഷ്യം വരിക. രേവതി പറയുകയാണ്, അനാമികയല്ല, നയന എന്തെങ്കിലും ചേർത്ത് കാണും, ആരെങ്കിലും ആശുപത്രിയിലാക്കാൻ വേണ്ടിയിട്ട്, സൂക്ഷിച്ച് വേണം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ നമ്മുടെ ദേവയാനി ചാടി എണീറ്റിട്ട് പറയാണ്, രേവതി ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് എണീക്കാൻ പറയാണ്. രേവതി ഈ ഭക്ഷണം കഴിക്കേണ്ട, രേവതിക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം രേവതി കഴിക്കേണ്ട, ഭക്ഷണത്തിൽ നിന്ന് മുമ്പിൽ നിന്ന് എണീറ്റ് പോയി വേറെ എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ രേവതി അങ്ങ് ഞെട്ടി ചാടി എണീക്കുകയാണ് പരിഭവത്തോടെ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഈ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാരും കഴിക്കേണ്ട, ഇതിൻ്റെ മുമ്പിൽ നിന്ന് എണീറ്റ് പോകാമെന്ന്. അപ്പം രേവതിയും അനാമികയും കൂടെ അങ്ങ് പിണങ്ങി ചാടിത്തുള്ളി എണീറ്റങ്ങ് പോവുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്